ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചൂടുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ കോഴികളെ വളർത്തി മുട്ട കളക്ട് ചെയ്ത് അത് കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിപണനം ചെയ്യുന്ന ആളുകൾ വീഡിയോയ്ക്ക് താഴെയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്ന മെയിനായിട്ടൊരു കാര്യം, മുട്ട പുറത്ത് വയ്ക്കുമ്പോൾ അത് കേട് വന്നു പോകുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ബ്ലഡ് ലൈൻസ് കാണുന്നു. എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടും നമ്മൾ കോഴികളെ അടവയ്ക്കുന്ന സമയത്ത് മുട്ടകൾ വിരിയുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ മുട്ട സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിരിയിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ എൻ്റെ കോഴികളെ വിരിയിക്കുന്നത് പരമാവധി കുറച്ചിട്ടുണ്ട്. അടയിരിക്കുന്ന കോഴികളാണെങ്കിലും അവർക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറ്റുമെങ്കിൽ മുട്ട വിരിയിക്കാൻ വെക്കാതിരിക്കുക. ചൂട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അതികഠിനമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇൻക്യുബേറ്ററിലൊക്കെ വയ്ക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, കാരണം ഉള്ളിലുള്ള ചൂട് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോഴികളെ അടവയ്ക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് വെള്ളം കറക്റ്റായിട്ട് കുടിക്കാനായിട്ട് കൊടുക്കുക, തീറ്റ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെയിൽ അടിക്കാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ചൂട് അധികം ഇല്ലാത്ത സ്ഥലത്ത് അടവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കോഴികളുടെ ആരോഗ്യം നമുക്കൊരു വിഷയമാണ്. ഇപ്പോൾ ഇനി ഞാൻ മുട്ടകൾ, എൻ്റെ ഇവിടെയുള്ള കോഴികളുടെ മുട്ടകൾ ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിവിടെ സൂക്ഷിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഇതാ നിങ്ങൾ കാണുന്നുണ്ട് ഫ്രിഡ്ജ്. ഈ ഫ്രിഡ്ജിനകത്താണ് വിരിയിക്കാനുള്ള മുട്ടകൾ ഞാൻ സൂക്ഷിക്കാറില്ല കേട്ടോ. ഫ്രിഡ്ജിനകത്തെന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നമ്മളിത് മുകളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്ന സ്ഥലത്തൊന്നും വയ്ക്കരുത്. അടിത്തട്ടിൽ ഇതാ നിങ്ങൾക്ക് കാണാം, കണ്ടോ, പച്ചക്കറികളൊക്കെ വയ്ക്കുന്ന ഈ തട്ടിലാണ് നമ്മൾ മുട്ടകൾ വെച്ചിട്ടുള്ളത്. ഇതാ ഇതിനകത്ത് കാണാം കേട്ടോ. ഇങ്ങനെ താഴെ വയ്ക്കുന്നതിന് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഏറ്റവും കുറവ് തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്, ഈ പച്ചക്കറി ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ബാക്കി ഇവിടെ മുകളിലൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് തണുപ്പ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തൊക്കെയാണ്. ഏറ്റവും കുറവുള്ള സ്ഥലമാണ് ഈ വെജിറ്റബിൾ ബോക്സ്. അതുകൊണ്ടാണ് നമ്മൾ മുട്ടകൾ ഇവിടെ വയ്ക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ മുട്ടകൾ ഇവിടെ വയ്ക്കാം. ഒരു മാസം അതിൽ കൂടുതൽ നമുക്ക് ഈ മുട്ടകൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വിരിയിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കുന്ന മുട്ട അത് എവിടെയാണ് ഇരിക്കുന്നത്, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഷേപ്പ്ലെസ് ആയിട്ടുള്ളതും വലിപ്പം കുറവുള്ളതും വലിപ്പം കൂടുതലുള്ള മുട്ട നമ്മളെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് ഇത് മുട്ട ട്രെയിനിലേക്ക് മാറ്റും, അല്ലെങ്കിൽ മുകളിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റും. വിരിയിക്കാൻ ആവശ്യമായ മുട്ടകൾ മാത്രമാണ് ഇങ്ങനെ താഴെ വെജിറ്റബിൾ ബോക്സിനകത്ത് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ പലരും നമ്മൾ അരിയിൽ മുട്ടയിട്ട് വയ്ക്കുന്നത് കാണാറുണ്ട്. അത് എന്താണ് അങ്ങനെ അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ അരിയിൽ മുട്ട സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ കേട് വരാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്നത്. എന്താണ് അതിലെ ശാസ്ത്രീയത എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ, അത് അങ്ങനെ ചോദിക്കരുത്. പക്ഷേ അങ്ങനെ അരിയിലിട്ട് വയ്ക്കുന്ന മുട്ടകളും സാധാരണഗതിയിൽ കേടുവരാതെ വിരിയുന്ന ഒരു സ്ഥിതിയിലിരിക്കുന്ന കാണാറുണ്ട് കേട്ടോ. പിന്നെ അതല്ലാത്ത വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ കോഴിയുടെ ഒരു കഷായം ഉണ്ടാക്കിയിരുന്നല്ലോ, കോഴികൾക്ക് കൊടുക്കാനുള്ള ഒരു മൃതസഞ്ജീവനി പോലുള്ളൊരു മരുന്ന്. അത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. പലരും ചോദിച്ചിരുന്നു, ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. പുറത്ത് വെച്ചാൽ അത് പെട്ടെന്ന് കേട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിൽ ഒരു മാസം വരെയൊക്കെ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.